Hi, so this is Luisa and I'm doing my Masters in Clinical Psychology. So ഇന്നലെ I came across this video, okay? നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇതൊക്കെ കുറെ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ, പണ്ടത്തെ മട്ട് തന്നെ, പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേരിട്ടത് മാത്രം. അതൊക്കെ വരാൻ കാരണം എന്താ അറിയോ, ഈ പണിയൊന്നും ഇല്ലാത്തോണ്ടാ. സോ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഡിപ്രഷനെ കുറിച്ചൊക്കെ വളരെ മോക്കിംഗ് ആയിട്ടുള്ള രീതിയിൽ അത് അവതരിപ്പിക്കുന്നത്. ഭയങ്കര ചിരിച്ച്, പണ്ട് കാലത്ത് ഞങ്ങൾ ഇതിനെ വട്ടെന്നായിരുന്നു വിളിക്കുന്നത്, ഇപ്പം അതിൻ്റെ പേരൊന്ന് മാറി ഡിപ്രഷൻ എന്നായി. ആളെ ക്രിട്ടിസൈസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമില്ല, പക്ഷേ വാട്ട് ഐ ഫോക്കസ്ഡ് ഓൺ വാസ് ഇസ് ആ സ്റ്റിഗ്മ സ്റ്റിൽ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഒക്ടോബർ 10th വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ ആയിരുന്നു. അപ്പോൾ വി ആർ ട്രൈങ് ടു ബ്രിങ് മെൻ്റൽ ഹെൽത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ് എന്ന് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവയർനെസ് സ്പ്രെഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എസ്പെഷ്യലി ഒരു ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള ഒരാൾക്ക് സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് തീരെ അവയർനെസ് ഇല്ലായ്മയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കത് വന്നു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ എത്രമാത്രം ഡിഫിക്കൽട്ടാണ് സിറ്റുവേഷൻ എന്നുള്ളത്. വേറൊരാൾക്കത് വരുമ്പോൾ നമുക്കത് ചിരിച്ച് തള്ളിക്കളയാൻ പറ്റും. പിന്നെ ഡിപ്രഷൻ എന്ന് പറയുന്നൊരു കാര്യം അത് ഫ്രീ ആയിട്ടിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടോ ഉണ്ടാവുന്ന ഒരു സംഗതിയല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഇറ്റ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. അതിന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ജെനറ്റിക്സ് ആവാം, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആവാം, വർക്ക് സ്ട്രെസ് ആവാം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആവാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം. സോ ഇറ്റ് ഗോസ് ഓൺ, ദ ലിസ്റ്റ് ഗോസ് ഓൺ. മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നുള്ളത് ഇറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഓക്കെ എന്ന് ഞാൻ പറയും. പക്ഷേ പ്ലീസ് ഡു എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ബിഫോർ യു മോക്ക് ഇറ്റ്. പണ്ട് കാലത്ത് ശരിയാണ്, അവയർനെസ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ കുറവായിരുന്നു. അന്ന് ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ടല്ല അതിനെ നമ്മൾ വട്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരാളെ അയാൾക്ക് വട്ട എന്ന് പറഞ്ഞ് കളിയാക്കുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊക്കെ ഒരു മോട്ടിവേഷൻ ഉണ്ടാവുക? പണ്ട് കാലത്തും ഈ സിറ്റുവേഷൻസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്നു. അന്ന് പീപ്പിൾ വെർ സഫറിങ് ഈവൻ ദെൻ സൈലൻ്റ്ലി. അത്ര മെൻ്റൽ ഹെൽത്ത് അവയർനെസ് കാര്യങ്ങൾ ഇല്ലായിരുന്നു. So I'm not using that clip to shame her, but let's use it as an awareness moment, because ഒത്തിരി ആൾക്കാർ ഈ ഇഷ്യൂസ് അഡ്രസ് ചെയ്യപ്പെടാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഈ അവസ്ഥയിലൂടെ കടന്നു ഒത്തിരി പേര് മരണപ്പെടുന്നുണ്ട്. ആങ്സൈറ്റി കാരണവും ഡിപ്രഷൻ കാരണവും. അതൊക്കെ എക്സ്ട്രീം ആയാൽ ഡെഫിനറ്റ്ലി അത് ഇഷ്യൂസ് തന്നെയാണ്, അത് പ്രശ്നങ്ങളാണ്. അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ, ബിക്കോസ് പീപ്പിൾ ആർ ഡൈയിങ്. സോ ഇറ്റ്സ് നോട്ട് എ ട്രെൻഡ്, ഇറ്റ്സ് ആക്ച്വലി എ റിയാലിറ്റി.